ഹലോ, ഹാപ്പി ആണോ? ഇന്ന് നമ്മൾ ബുള്ളറ്റിന്റെ ഫോർ കോയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കുറെ നാളായി വിചാരിക്കുന്നു. ചെറിയൊരു ലീക്കും കണ്ടു തുടങ്ങി. അപ്പൊ എന്തായാലും മാറ്റിയേക്കാന്ന് വിചാരിച്ചുകൊണ്ട് പോയ വർഷം മഡ്ഗാർഡ് ഫുൾ അഴിക്കും. ഇൻഡിക്കേറ്ററിൻ്റെ ഈ ലൈൻ മുഴുവൻ അഴിക്കില്ല. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അഴിക്കും. ഇത് ശരിക്കും ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഊരി പോയില്ല അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇൻഡിക്കേറ്റർ എന്തായാലും അയക്കേണ്ടി വരും അല്ലേ? ഇതിന്റെ ഫ്രണ്ടിലെ മഡ്ഗാർഡ്, ഇൻഡിക്കേറ്റർ, ടയർ എല്ലാം അടക്കം ഊരിയെടുത്താൽ മാത്രം നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഈ റോയൽ എൻഫീൽഡ് ഒറിജിനൽ സ്പെയർ പാർട്സിനെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതിന്റെ ജെനുവിൻ പാർട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാം. സോ അവിടുന്ന് മേടിച്ചാണ് ഫോർ കോയിലും അതിന്റെ സീൽ. മുകളിലത്തെ ഈ ക്യാപ്പ് ഊരെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഊരെടുക്കാം. വലിയ ടെൻഷനൊന്നും ഇല്ല. അതായത് ഉള്ളിലാണോ എൻ്റെ ലോക്കുള്ളത്? പുറത്തുനിന്നല്ല? ഭയങ്കര ആ ഇത് മുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് ഊരിപ്പോരല്ലേ? ഇതിട്ട് ജസ്റ്റ് തുണിയിട്ടിട്ട് ക്ലീൻ ചെയ്യില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെയോ? ഇത് ഈ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ അല്ലേ അതിനുള്ള ഓയിൽ, പഴയ ഓയിൽ ഉണ്ടാവില്ലേ? അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? ഡ്രെയിനായിട്ട് പോവും. വേറെ എന്തെങ്കിലും ഒഴിച്ച് ക്ലീൻ ചെയ്യില്ല? പെട്രോൾ ഒഴിക്കാൻ പറ്റുമോ? ഓക്കെ, ഇത് ഇതിൻ്റെ പമ്പ്, അതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ആണല്ലേ? ഏതാ പെട്രോളാ? ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്രോളൊക്കെ അഴിച്ച് നല്ല ക്ലീനാണ്. കാരണം എന്താ പറയുക, ഇത് ഇതിൻ്റെ ഉള്ളിൽ പഴയ ഓയിൽ ഒരു ചെറിയ അംശം ഉണ്ടായെങ്കിൽ പോലും അത് നമ്മൾ പുതിയത് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നാശാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി പെട്രോളൊക്കെ വെച്ച് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. എല്ലാ 10,000 കിലോമീറ്റർ കൂടുമ്പോഴേ ഈ ഒരു ഫോർ കോയിലും സീലും മാറ്റുന്നത് നല്ലതാണ്. നമുക്ക് അത്രയും പെർഫോമൻസ് കിട്ടും. ഇത് ബഫ് ചെയ്യണ പരിപാടിയില്ലേ? ഈ പ്ലേറ്റ് ബഫ് ചെയ്യില്ലേ നമ്മൾ? വേറെ കൊടുക്കണം. വണ്ടിയുടെ ഫ്രണ്ട് ടയറേ നമ്മൾ ഡിസ്ക് കയറ്റുമ്പോൾ ഇതുമ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഈ അറ്റത്ത് ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരും അല്ലേ? ഈ ഒരു എഡ്ജ് അത് ലോക്കല്ലേ ശരിക്കും? ആ, അത് കട്ട് ചെയ്താലേ അത് ഫിറ്റ് ആവുള്ളൂ. ഇതിപ്പോൾ ഡിസ്ക് കയറ്റിയിട്ടുള്ള അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ സാധനം ഉണ്ടാവില്ല. ഉണ്ടാവില്ല, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഡ്രംസ് തന്നെയാണ് നല്ലത്. ഡിസ്ക് കയറ്റിയിട്ട് പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ മാറ്റണം എന്ന് വിചാരിച്ചതിന്, പിന്നെ വേണ്ട. ഡ്രം ബ്രേക്ക് സ്റ്റക്ക് ആവും അല്ലേ? ഡിസ്ക് ആകുമ്പോൾ കുറച്ചുകൂടി സേഫാണ് ശരിക്കും പറഞ്ഞു. ഓടിക്കാനും സുഖമാണ്, വണ്ടി ചവിട്ടിയാൽ നിൽക്കും ചെയ്യും. ഇത് വണ്ടി ഡ്രമ്മിൻ്റെ പ്രശ്നം എന്ന് പറയുമോ, ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കാവും. അങ്ങനെ പ്രശ്നമുണ്ട്.
മാത്രമല്ല ചില നേരത്ത് തുരഞ്ഞൊരഞ്ഞ് പോവും, മൈലേജും കുറയും. ആ സ്റ്റക്കായി നിൽക്കുകയാണ്, നമ്മളറിയില്ല, വണ്ടി നമ്മളറിയാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. സോ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ നിന്ന് ഞാൻ നേരിട്ട് പോയി മേടിച്ചതാണ്, അതിൻ്റെ ഒറിജിനൽ സീലാണ്. സോ ഡ്യൂപ്ലിക്കേറ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടിയെന്ന് വരെ അതൊന്നും യൂസ് ചെയ്യരുത്, കാരണം അധികം ലാസ്റ്റ് ചെയ്യില്ല. സീല് പെട്ടെന്ന് പോയി ഓയിലൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഷൻ നമ്മൾ ഈ ചെയ്ത പണിയൊക്കെ വെറുതെ 53 രൂപയുള്ള ഒരു വാഷും. അപ്പോൾ അത് സിമ്പിളായിട്ട് ജെന്യൂൻ പാർട്ടിനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് പുതിയതാണ് ആദ്യം വെച്ചത്, പഴയത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചിറ്റ വെച്ച് അടിച്ച് കയറ്റുന്നത് കേട്ടോ. പഴയ തെരുതുകളായി പിന്നെ ലോക്കോ, ലോക്ക് സ്പ്രിങ് അല്ല, അങ്ങനെയല്ലേ പറയാം. ബുഷിനെ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്ന സ്പ്രിങ് ആണ്, ലോക്കാണ്. ടോർക്ക് ബെൻഡൊന്നുമില്ല. ഇത് അല്ലെങ്കിൽ എത്രയത്? ഇത് എത്ര? 6ൻ്റെ അല്ലെങ്കിൽ അല്ലേ? മോൺ ഇത് മറ്റേ ക്യാപ്പ് ഫിക്സ് ചെയ്യണ, ക്യാപ്പ് വയ്ക്കാനാ. വണ്ടിയില് നിൽക്കുമ്പോ എപ്പോഴും കാണാനില്ലാന്ന്, അപ്പൊ ഞാൻ ഒരാളോട് അവിടെ വെച്ചോളാൻ പറഞ്ഞു. പഴയ ബുള്ളറ്റ് പറഞ്ഞാൽ ടെസ്റ്റിന് വേണ്ടി പണിയാന്ന് തോന്നുന്നു. അടിപൊളി. അപ്പോൾ അത്രയുള്ള കേസ് നമ്മൾ ഫോർക്കോയിൽ ചേഞ്ച് ചെയ്തു, ജെന്യൂൻ പാർട്സിനെ യൂസ് ചെയ്തത്. എല്ലാ 10,000 കിലോമീറ്റർ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഫോർക്കോയിൽ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. കുറച്ച് മെനക്കെടണമെന്ന് മാത്രമേ. മാത്രമല്ല ഇതിൻ്റെ കറക്റ്റ് ടൂൾസ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തുറക്കാനായിട്ട് കറക്റ്റായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും വേണം. എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചേഞ്ച് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.